നമസ്കാരം പ്രിയമുള്ളവരെ. പണ്ട് നമ്മുടെ ചെറുതിലേക്ക് ജംഗ്ഷനിലേക്ക് ഇങ്ങനെ പോലീസ് പട്രോളിംഗ് വാഹനം വരുമ്പോൾ ചില മദ്യപാനികൾ പോലീസ് ജീപ്പിലോട്ട് നോക്കി വിളിച്ചു പറയും, സാർ എന്നെ പിടിച്ചോളൂ, എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയും. പോലീസുകാരെ ഒന്ന് കബളിപ്പിക്കുക, ചുറ്റും നിൽക്കുന്ന ആളുകളേക്ക് ഒന്ന് ആവേശഭരിതരാക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ പോലീസുകാർ അപമാനിക്കപ്പെട്ടാൽ അവർ എത്ര ബുദ്ധിമുട്ടിയും ആ അപമാനിച്ച ആളെ ഓടിച്ചിട്ട് പിടിച്ച് ഇടിച്ച് കൂമ്പുവാട്ടും. അതാണിപ്പോൾ അർജുനായങ്കിക്കും സംഭവിച്ചത്. തൻ്റെ ഈ സൈബർ ഇടത്തെ ഫോളോവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഒക്കെ കണ്ട് അവരുടെ ഒരു ആവേശത്തിന് വേണ്ടി പോലീസിനെ പ്രകോപിപ്പിച്ചു. ഒടുവിൽ പോലീസ് ഓടിച്ചിട്ട് പിടിച്ച് അർജുനായങ്കിയെ കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് നമ്മളിങ്ങനെ കണ്ടത്. ഇനി എന്താണ് അർജുനായങ്കിയുടെ വിധി എന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ. നമ്മൾ കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ ഈ ഫുട്ബോൾ മാച്ച് പോലെയാണ്, ഫുട്ബോളിൽ ഗോൾ അടിക്കുന്ന പോലെയാണ് കൊലപാതകം നടക്കുക. രാവിലെ 6 മണിക്ക് ഒരു CPM പ്രവർത്തകൻ കൊല ചെയ്യപ്പെടുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് ഒരു RSS പ്രവർത്തകൻ കൊല ചെയ്യപ്പെടുന്നു. അതിന് പ്രതികാരമായിട്ട് 10-15 മിനിറ്റുകൾക്കുള്ളിൽ വീണ്ടും ഒരു BJP പ്രവർത്തകൻ കൊല ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു ദിവസം എത്ര എന്ന സ്കോർ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും പ്രസിദ്ധീകരിക്കുന്ന സമ്പ്രദായം 10 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലുണ്ടായിരുന്നു. മിക്കപ്പോഴും കൊല ചെയ്യപ്പെടുന്നത് നിരപരാധികളായിരിക്കാം. ഏതെങ്കിലും ഒരു പാർട്ടിയോട് ബന്ധമുള്ളവർ അല്ലെങ്കിൽ ആ പാർട്ടിയിൽ വോട്ട് ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം ഈ എണ്ണം തേക്കുന്നതിൻ്റെ പേരിലായിട്ട് കൊല ചെയ്യപ്പെടുക. ഇപ്പോൾ കണ്ണൂരിലൊരു CPM നേതാവ് കൊല ചെയ്യപ്പെട്ടാൽ RSS നേതാവിനെയല്ല പകരം കൊല്ലുക, ഏതെങ്കിലും അത്തപ്പാടിയായ BJP-കാരനെയോ ഒക്കെ ആയിരിക്കും. തിരിച്ചും അങ്ങനെയാണ്, അത്തപ്പാടിയായ CPM-കാരനെ ഏതെങ്കിലും നിരപരാധിയായ പാർട്ടി പ്രവർത്തകനെയൊക്കെ ആയി കൊന്നാണ് ഈ കൊലപാതക പരമ്പരയിൽ എണ്ണം തികയ്ക്കുക എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കണ്ണൂരിലെ ഈ രാഷ്ട്രീയ കൊലപാതകം കൊണ്ട് കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങൾക്ക് നഷ്ടം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. കാരണം അവിടെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ, ആ ഗ്രാമങ്ങളിലുള്ള സുഹൃത്തുക്കളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ ഈ അക്രമ സംഭവങ്ങളൊക്കെ നിരന്തരം നടക്കുന്നതുകൊണ്ട് അവിടെ വന്ന് ആരും കല്യാണം കഴിക്കുന്നില്ല. പെൺകുട്ടികളുടെ കല്യാണം നടക്കുന്നില്ല, ആൺകുട്ടികളുടെ കല്യാണം നടക്കുന്നില്ല. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കുറവ് വസ്തുവിന് വിലയുള്ള സ്ഥലമായിരിക്കും ആ പാർട്ടി ഗ്രാമങ്ങൾ. മാത്രമല്ല വികസനം മുരടിച്ചു നിൽക്കുന്ന സ്ഥലങ്ങളുമായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയങ്ങളൊക്കെ അവസാനിക്കുന്നു എന്ന ഒരു ധാരണ ഈ അടുത്ത സമയത്തായി ഉണ്ടായിരുന്നു. പക്ഷേ ചിലപ്പോഴൊക്കെ അത്തരം ആക്രമങ്ങളുടെ സ്വഭാവങ്ങൾ ഈ അർജുനായങ്കിമാർ നിലനിർത്തി പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും അർജുനായങ്കി അറസ്റ്റിലാകുമ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്നിപ്പോൾ CPM-ൻ്റെ നേതാക്കന്മാർ P. ജയരാജൻ ഉൾപ്പെടെ, പിണറായി വിജയൻ ഉൾപ്പെടെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ അർജുനായങ്കിയെ ക്രിമിനലാക്കിയത് CPM എന്ന് പറയുന്ന പ്രസ്ഥാനമാണെന്ന്. ഇന്ന് CPM-ൻ്റെ പഴയ നേതാവും DYFIയുടെ മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മനുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് ക്രിമിനലായതല്ല, അയങ്കി ക്രിമിനൽ ആക്കിയതാണെന്ന്. അയങ്കിയെ ക്രിമിനലാക്കിയതാണ്. വളരെ ശരിയാണ്. കാരണം വെറും 25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, അയാളിങ്ങനെ പോലീസിൻ്റെ നിരന്തരമായ വേട്ടയാടലുകളും ഇനി എത്ര നാൾ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വരുമെന്നറിയില്ല, കാപ്പ ചുമത്തുമെന്ന് പറയുന്നു. ഇതിനൊക്കെയും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു. അവസാനം അദ്ദേഹം അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ പ്രവൃത്തിയുടെ വ്യാപ്തിയും ആഴവുമൊക്കെ കൂട്ടി. പിന്നെ സ്വർണ്ണക്കള്ളക്കടത്തും മാല പൊട്ടിക്കലും ഒക്കെ തുടങ്ങിയപ്പോൾ പാർട്ടിക്ക് നിയന്ത്രിച്ച് നിർത്തുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുന്നു. എന്തായാലും അയാളെ ക്രിമിനലിസത്തിലേക്ക് ആദ്യമായി കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന ഒരു പഴി CPM-ന് നിഷേധിക്കുവാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി CPM-നെ സംബന്ധിച്ച് അയാൾ പാർട്ടിക്കാരനല്ല എന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്ന് മാധ്യമ റിപ്പോർട്ടുകൾക്ക് അനുസരിച്ച് ഈ സൈബർ ഇടങ്ങളിലെ CPM പ്രവർത്തകർ കൊടുക്കുന്ന പരിശീലനം ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം AKG സെൻറ്ററിലെത്തിയിരുന്നു. DYFIയുടെ ഏരിയാസ് പ്രസിഡൻ്റായിരുന്നു എന്ന് പറയുന്നു. ഒപ്പമല്ല PG ആർമി, P. ജയരാജൻ്റെ പേരിലുള്ള കണ്ണൂരിലെ CPM-ൻ്റെ ഏറ്റവും വലിയ സൈബർ ഇടങ്ങളിലെ ഒരു കൂട്ടായ്മ, അതിൻ്റെ ഒക്കെയും അഡ്മിൻ പാനലുണ്ടായിരുന്ന ആളാണെന്ന് പറയുന്നു. അപ്പോൾ ഈ അയങ്കി എന്ന് പറയുന്നത് ചെറിയ മീനല്ല, CPM-ഉമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് എന്ന് വ്യക്തമാകുകയാണ്. CPM എത്ര കൈകഴുകിയാലും അയങ്കിയും CPM-ഉമായിട്ടുള്ള ബന്ധം അതിങ്ങനെ മുഴച്ചു തന്നെ നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും CPM-നെ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ചാവേറുകളാകാൻ പോകുന്ന യുവാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ ഒരു പരിധി കഴിഞ്ഞാൽ കൈയൊഴിഞ്ഞു കളയും. പിന്നെ നമ്മളും ഈ നമ്മുടെ നിഴലുകളും മാത്രമാകും. നേതാക്കന്മാരൊക്കെ കൈയൊഴിഞ്ഞു കളയും എന്നതാണ് യാഥാർത്ഥ്യം. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയൊക്കെയും കഥകൾ ഞെട്ടിക്കുന്നതാണ്. ഷുഹൈബിൻ്റെ ഒക്കെ ഈ കൊലപാതകം നടന്ന രീതികൾ അത് വളരെ കരളലിപ്പിക്കുന്നത് തന്നെയാണെന്ന് ആണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം മിക്കപ്പോഴും അത് വായിക്കുമ്പോഴൊക്കെ കണ്ണുകൾ അറിയാതെ നിറയാറുണ്ട്. കാരണം കാലും കൈയുമൊക്കെ വെട്ടിയെടുത്ത്, പ്രത്യേകിച്ചും ഈ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ മുറിവ് തുന്നാതിരിക്കുവാൻ വേണ്ടി ആ മുറിവിലേക്ക്
മണ്ണ് വാരിയിടുന്ന ഏർപ്പാട് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ കണ്ണൂരിലെ മറ്റൊരു നൊമ്പരപ്പെടുത്തുന്ന കൊലപാതകമാണ് ഷുക്കൂറിൻ്റേത്. വെറും 19 വയസ്സു മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു ബാലൻ കണ്ണൂരിലെ ഏതോ CPM നേതാവിൻ്റെ കാറിന് നേരെ കല്ലെറിഞ്ഞു എന്നതിൻ്റെ പേരിൽ വിചാരണ ചെയ്താണ് കൊന്നത്. അവൻ്റെ ഫോട്ടോ എടുത്ത് നേതാക്കന്മാർക്ക് അയച്ചു കൊടുത്തു. ഇവനാണോ കാറിന് കല്ലെറിഞ്ഞതെന്ന് ഉറപ്പുവരുത്തി വിചാരണ ചെയ്തിട്ടാണ് കൊന്നത് എന്നൊക്കെ പറയുന്നു. എന്നൊക്കെ വായിച്ചതാണ്. അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ വിഷമമുണ്ടാകുന്നുണ്ട്. എന്തായാലും കണ്ണൂരിൻ്റെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അത് അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് നിന്നാണ് വീണ്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. TPയെ കൊന്നത് അതും വളരെ പരിതാപകരമായ കൊലപാതകമായിരുന്നു. അതും ഈ മാഷാ അള്ളാ എന്ന് എഴുതിയ ഒരു കാറിൽ ആ കാർ ഓടിച്ചു പോയിട്ടാണ് TPയെ കൊന്നത്. ഒരുപക്ഷെ കേരളം വലിയ കലാപത്തിലേക്ക് വഴുതി പോകാതിരുന്നത് കേരളത്തെ ദൈവം രക്ഷിച്ചതുകൊണ്ട് ആണ് എന്ന് വിശ്വസിക്കാം. കാരണം TPയെ കൊല്ലാൻ പോകുന്നൊരു കാറിൽ മാഷാ അള്ളാ അത് പിന്നെ എത്രമാത്രം വലിയ കലാപമായി പോകുമായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ ദൈവം രക്ഷിച്ചു എന്നു തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. CPMനെ സംബന്ധിച്ച് അവർ തിരിച്ചറിവ് നടത്തുന്നുണ്ടെന്നാണ് അല്പം ആശ്വാസകരം. കാരണം ഈ ഗുണ്ടായിസവും അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതും തങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നു എന്ന തിരിച്ചറിവ് CPMനുണ്ട്. അത് അല്പം ആശ്വാസജനകമാണ്. കാരണം ധർമ്മടത്ത് പോലും ആദ്യ 6 റൗണ്ടുകളിൽ ഇലക്ഷൻ വോട്ടെണ്ണലിൻ്റെ ആദ്യത്തെ 6 റൗണ്ടുകളിൽ CPMൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലായിരുന്നു പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലത്ത് എന്ന് പറയുമ്പോൾ അത് CPM അവരുടെ ഇത്തരം പ്രവർത്തികൾ നിർത്തണം എന്ന ഒരു സന്ദേശം CPMന് ആ പ്രദേശത്തെ പാർട്ടി ഗ്രാമങ്ങളിലെ ആളുകൾ കൊടുക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മടുത്തു തങ്ങൾക്ക് എന്ന് അവിടുത്തെ ജനങ്ങൾ പറയുന്നതിന് തുല്യമായിട്ട് നമുക്കിതിനെ വീക്ഷിക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് അബ്ദുൾ റഷീദിനെ പോലെ സൂരജിനെ പോലെ ഏതു പാർട്ടി ഗ്രാമങ്ങളിലും പോയി കോൺഗ്രസിൻ്റെ വിജയ പതാക പറക്കുവാൻ കഴിയുന്ന യുവാക്കന്മാരുണ്ടാകുമ്പോൾ CPMനെ സംബന്ധിച്ച് അവർക്ക് ഈ ആയങ്കരിമാരെയും കൊടിസുനിമാരെയും ഒക്കെ ആകാശലങ്കരിമാരെയും ഒക്കെയാണ് ഉണ്ടാക്കാൻ കഴിയുന്നത് എന്ന് ഇപ്പോൾ രാഷ്ട്രീയ നിരൂപകന്മാർക്കിടയിലൊക്കെ ഒരു ആക്ഷേപമുണ്ട്. CPMന് നേരെ ഒരു ആക്രമണമുണ്ട്. അത് CPM തിരുത്തിയേ മതിയാവും. കാരണം CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ നിലനിൽക്കേണ്ടതുണ്ട്. നേരത്തെയൊക്കെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം അത് വായിക്കുന്നവരുടെ ചിന്തിക്കുന്നവരുടെ അറിവുള്ളവരുടെ പ്രസ്ഥാനമായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് ചില ഗുണ്ടകളുടെയും ഈ ഇങ്ങനെയുള്ള ആളുകളുടെയും ഒക്കെ പ്രസ്ഥാനമാകുന്നത് ആ പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒട്ടും ദഹിക്കുവാൻ കഴിയുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. പ്രത്യേകിച്ചും എൻ്റെ രാഷ്ട്രീയം CPMൻ്റേതല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ രാഷ്ട്രീയം. പക്ഷേ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനാധിപത്യ വിശ്വാസിയാണ് ഞാൻ. കാരണം CPM തകർന്നു പോയാൽ ആ സ്പേസിലേക്ക് വരിക തീവ്രവാദ രാഷ്ട്രീയമായിരിക്കും. അത് ഏത് മതവിഭാഗത്തിൻ്റെ ആയാലും. അപ്പോൾ അതിനെ തടഞ്ഞു നിർത്താനൊക്കെ CPMന് ഒരു പരിധിവരെ അവരുടെ ആദർശങ്ങൾ കൊണ്ട് കഴിയുന്നുണ്ട്. പക്ഷേ CPMൽ ക്രിമിനൽവത്കരിക്കപ്പെടുമ്പോൾ CPMനെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും CPM തെറ്റുതിരുത്തട്ടെ. പഴയതുപോലെ വായിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ കഴിയുന്ന ഒരു യുവതലമുറ CPMൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. തൽക്കാലം ഈ വീഡിയോയുമായി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.